വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ ആരോപണമുന്നയിച്ച എം.എ. ഷഹനാസിനെതിരെ നടപടി. സംസ്കാര സാഹിതിയുടെ കോഴിക്കോട് ജില്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഷഹനാസിനെ പുറത്താക്കിയത്. DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ വ്യക്തിവിരോധമാണ് നടപടി കാരണമെന്ന് ഷഹനാസ് വിമർശിച്ചു. KPCC സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറിയാണ് ഷഹനാസ്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, കോൺഗ്രസ് കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചിരുന്നു. കാരണം പരാതി എവിടെ കാര്യമായി എന്ന ചോദ്യത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെതിരെ പരാതി വരികയാണ്. ഷാഫി പറമ്പിലിനെ പോലും അറിയിച്ചിരുന്നു ഈ വിഷയം. പക്ഷേ ഷാഫിയുടെ മറുപടി ഒരു സ്മൈലി മാത്രമായിരുന്നു. ഈ ഷഹനാസിനെയാണ് ഇതാ ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലുള്ള ഒരു വനിതാ നേതാവിനെ ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും. എന്താണ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ തന്റെ നിർദ്ദേശപ്രകാരം അല്ല ഇത്തരം ഒരു പുറത്താക്കൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു നടപടിക്ക് പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ എന്തെങ്കിലും ഔദ്യോഗിക ഭാരവാഹിത്വം അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാനം അവർക്കില്ല എന്നാണ് പ്രവീൺകുമാർ പറയുന്നത്. എന്തായാലും ഷഹനാസ് പറയുന്നത് സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് താൻ. നിലവിൽ ആ സംസ്കാര സാഹിതിയുടെ ഭാരവാഹികൾ ഉൾപ്പെടുന്ന ജില്ലാ തല ഗ്രൂപ്പിൽ നിന്നും തന്നെ പുറത്താക്കിയിരിക്കുന്നു എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. നമ്മൾ CR മഹേഷാണ് സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ചെയർമാൻ. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല. എന്തായാലും വലിയ ഒരു പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകളും ഒപ്പം പരാതിയും ഒക്കെ രംഗത്ത് വന്നെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മാത്രമാണ് ഷാഫി പറമ്പിലാണ് ഈ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഗോഡ് ഫാദറായി മെന്ററായി പ്രവർത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഷാഫി അടക്കം വളരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ശബ്ദം ഉയർന്നത് ഇത് ആദ്യമായാണ്. കാരണം ഈ ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നീട് അദ്ദേഹം രാജിവെച്ച പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്കുമൊക്കെ നിർദ്ദേശിച്ചത്. അതായത് ഷാഫിയുടെ ഒരു പിന്തുടർച്ചാവകാശക്കാരനായി എല്ലാ തരത്തിലും ഷാഫി ഈ രാഹുൽ മാങ്കൂട്ടത്തെ അവരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി നിർദ്ദേശ സ്ഥാനാർത്ഥിയെ അവഗണിച്ച് പോലും നിയമിക്കാൻ ശ്രമം നടന്നപ്പോൾ താൻ ഇക്കാര്യം ഷാഫി പറമ്പിലിനോട് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ അന്ന് വെറും പുച്ഛമായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.